close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways, and on we'll go. Through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways, and on we'll go. Turn us to thousands, and we'll grow in number, fueled by them to see the horizon. Turn us to thousands, and on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways, and on we'll go. എൻജോയ് ചെയ്യാനാണ് ഇപ്പോൾ പോകുന്നത്. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്തു ഈ ഒരു ടിക്കറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു യാത്ര എല്ലാവർക്കും ആശംസിക്കുന്നു. ചെമ്മണ്ണൂർ ആവാൻ ശ്രമിക്കരുത്, ഇങ്ങനെ തള്ളരുത്. ഒരാളെ അപ്രത്യക്ഷനായി എന്ന് ഞങ്ങൾ കേട്ടു. എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയില്ല. യാദൃശ്ചികമായി കടുവ പിടിച്ചതാണോ, ആന കാട്ടിക്കൊണ്ടതാണോ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതിസാഹസികമായിട്ടാണ്. ജീപ്പിൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുള്ളൂ. ഇവിടെ എൻട്രി ഫീ ആയിട്ട് പെർ പേഴ്സൺ 150 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അത് നമ്മൾ കൊടുക്കും. ഞങ്ങളിപ്പോൾ ഈ വണ്ടിയിൽ ഒരു 6 പേരുണ്ട്. 6 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 2:30 ഇവിടെ എത്തിയതാണ്. ഇപ്പോൾ ഇത് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. ഞങ്ങൾ ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വണ്ടി കിട്ടിയിട്ടുണ്ട്. അതിസാഹസികമായാണ് ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. റൂട്ടാണ് നമുക്ക് സാധാരണയായിട്ടുള്ളത്. 2 റൂട്ടിലേക്കും പോവാം. ഇപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു റൂട്ടാണ് കിട്ടിയിട്ടുള്ളത്. നല്ല അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട്, കാണാൻ പറ്റിയ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല വലിയ വലിയ മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ഒരു കടുവയെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇതിലാണ് ഞങ്ങൾ പ്രൈസിലാണ് കടുവയെ കാണുന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ ഈ യാത്ര
പോകുന്നത്. ഇപ്പൊ കുറച്ച് 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു കിളി പിടിച്ചു എന്നുള്ള ഒരു വാർത്ത ഞങ്ങൾ കേട്ടിട്ടാണ് ഞങ്ങൾ വന്നത്. ഭയവും കൊണ്ട് സച്ചു നേരം വിളിക്കാൻ കാത്തിരിക്കുന്നതാണ് പറയുന്നത്. മുത്ത് ഇരുട്ടായി കഴിഞ്ഞാൽ അടിമൈറ്റിക്ക് മാറുന്നതാണ്. ഞങ്ങളെ മെയിൻ ആയിട്ട് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നൈറ്റിലാണ് അവൻ ആക്റ്റീവ് ആവുക. വളരെ ആക്റ്റീവാണ്. മുത്തുവിന് ഓഫ് റോഡ് ട്രക്കിംഗ് വളരെ അധികം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൻ പുറത്തേക്കൊന്നും നോക്കുന്നില്ല, എല്ലാം ജീപ്പിന്റെ ഉള്ളിൽ തന്നെ. എങ്ങനെയെങ്കിലും ഒന്ന് വൈകുന്നേരമായി എങ്ങനെയെങ്കിലും ഒന്ന് ഇരുട്ടായി കിട്ടാൻ കാത്തു നിൽക്കുകയാണ് അവൻ. ഇതാ ഇവിടെ ഒരു മനോഹരമായ ജലാശയം. ഡ്രൈവർ ഞങ്ങൾ ആകാശം കാണിച്ചുകൊണ്ടിരിക്കുന്നു. കോവിഡിന്റെ മഹാമാരിയിൽ പ്രത്യാശ നഷ്ടപ്പെട്ടിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു സമ്പൂർണ്ണ അധ്യായം തന്നെ തുറക്കുകയാണ്. ഈ അനുഭവത്തെ കുറിച്ച് എന്ത് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ് ഇങ്ങനെ ഒരു യാത്ര. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് വയനാട്ടിലേക്ക് വരുന്നതും അതുപോലെ തോൽപ്പെട്ടി എന്നുള്ള ഈ ഒരു പ്ലേസ് ഞങ്ങൾ ഒഴിവാക്കിയത്